വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വെജിറ്റബിൾ മാഗി മസാലയാണെന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 28 രൂപയുടെ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 2 പീസ് നൂഡിൽസ് ഉണ്ട്. ഇതുകൊണ്ടാണ് നമ്മളിന്ന് മാഗി മസാല തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ടേസ്റ്റിയായിട്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയും പച്ചമുളകും ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. പച്ച ബട്ടർ, ഗ്രീൻ പീസ്. ഇനി 1/4 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് ക്യാപ്സിക്കം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഓവർ കുക്കാക്കരുത്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രീൻ പീസും ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി റെഡിയാക്കാം. ടൊമാറ്റോ സോഫ്റ്റ് ആവുന്നവരെ 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ടൊമാറ്റോയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറട്ടെ. ഈ മാഗി മസാല നമ്മൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കുമ്പോണ്ടല്ലോ പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. മാഗി മസാലയ്ക്കകത്ത് ഉപ്പുള്ളതാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക, കൂടിപ്പോകരുത്. ഇനി നമുക്ക് മാഗി മസാല ചേർത്ത് കൊടുക്കുക. നമ്മൾ വാങ്ങിച്ച മാഗിക്കകത്ത് 2 പാക്കറ്റ് മാഗി മസാലയുണ്ട്. നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്ക് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറക്കാം. വാ, നല്ല മസാലയുടെ മണമൊക്കെ വരുന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു മണം. ഒന്ന് ഇളക്കട്ടെ. ഇനി നമുക്ക് മാഗി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് ഇളക്കുക, ഇങ്ങനെ അങ്ങ് ഇടുക. അല്ലെങ്കിൽ അത് നീളത്തിലിരിക്കത്തില്ല. പൊടിച്ച് വേണമെങ്കിലും ചേർക്കാം നമുക്ക് കേട്ടോ. അത് കാണാനൊക്കെ ഒരു ഭംഗി വേണമെങ്കിൽ നമ്മളിങ്ങനെ ഇടണം. കുട്ടികൾക്കൊക്കെ അതല്ലേ ഇഷ്ടം കൂടുതൽ. ഇനി നമുക്കിത് ഇങ്ങനെ ഒന്ന് ഇളക്കി എടുക്കാം. മാഗി ഇട്ട് കഴിഞ്ഞാൽ 2 മിനിറ്റ് മതി കേട്ടോ. പെട്ടെന്നാവും. മസാല ഒന്ന് വേവുന്ന പാടേ ഉള്ളൂ. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാഗി മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം.
ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു ഭംഗിയൊക്കെ കിട്ടും, നല്ലതാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മാഗി മസാല റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ഒരു മാഗി മസാലയാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.